ഫാക്ട് ആടെ നമ്മുടെ കോളേജ് ട്രിപ്പിൻ്റെ ട്രെയിൻ ഡേയ്സിലെ വ്ളോഗാണ് കേട്ടോ ഇത്. കോളേജ് ട്രിപ്പിന്റെ ഫസ്റ്റ് ഡേ ആണ്. ഇപ്പം ഓൾമോസ്റ്റ് കോയമ്പത്തൂരൊക്കെ എത്തിയിട്ടുണ്ട്. രാവിലെയായി. എല്ലാവരും ഉണ്ട്, എല്ലാവരും സെറ്റാണ്. ഞങ്ങളിപ്പം ഫുൾ ഡേ ട്രെയിനിൽ തന്നെ ആയിരിക്കും. പിന്നെ വൈകുന്നേരം ഇനിയിപ്പം ചെന്നൈക്ക് പോയിട്ട് അവിടെ നിന്നാണ് നെക്സ്റ്റ് ട്രെയിന്. അപ്പോൾ അവിടെ കാണാം. പോകുമ്പോൾ ട്രെയിനിൽ എല്ലാവരും ഭയങ്കര ഹാപ്പി ഉഷാറൊക്കെ ആയിട്ടാണ് നിന്നിട്ടുണ്ടായിരുന്നത്. ഓൾമോസ്റ്റ് 12 hours ഉണ്ടായിരുന്നു കാലിക്കറ്റ് ടു ചെന്നൈ. അപ്പോൾ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നതായിരുന്നു. ഏകദേശം അല്ല, അങ്ങോട്ട് പോകുമ്പം ഫുൾ ഫുഡൊക്കെ നമ്മൾ കൊണ്ടുവന്നായിരുന്നു. പിന്നെ ഇടയ്ക്ക് കുറേ ആൾക്കാരൊക്കെ വന്ന് നമ്മളതൊക്കെ ഒന്ന് മാനേജ് ചെയ്തു. പിന്നെ അതൊക്കെ ഒരു രസത്തിനൊരു മെമ്മറി ആവാൻ വേണ്ടി നമ്മൾ എടുത്തു വെച്ചതാണ് ഈ ഒരു ക്ലിപ്സൊക്കെ. പിന്നെ നമ്മൾ പാട്ട് ഡാൻസ് ഒക്കെ ആയിട്ടാണ് ട്രെയിൻ എൻറ്റേർ ആ ഒരു ഡേയ്സ് കടന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിക്കുക, കുറേ പുതിയ കാഴ്ചകൾ കാണുക, പുഴ, വയൽ, കാട്, മല, ഇത്തരം മനോഹരമായ കാഴ്ചകൾ കണ്ടിരുന്നപ്പോഴേക്കും ചെന്നൈ എത്താനായിട്ടാണ്. കാലിക്കറ്റിൽ നിന്ന് നമ്മൾ പുലർച്ചെ 3 മണിക്കാണ് ട്രെയിൻ കയറിയിട്ടുണ്ടായിരുന്നത്. വൈകുന്നേരം 4 മണിയാകുമ്പോഴാണ് അത് ചെന്നൈയിലെത്തുക. പിന്നെ ചെന്നൈയിൽ നിന്ന് നമുക്ക് ഡൽഹിയിലേക്കുള്ള അടുത്ത ട്രെയിന് രാത്രി 10 മണിക്കായിരുന്നു ഉള്ളത്. അപ്പോൾ അതുവരെ നമുക്ക് ഒരു ചെന്നൈയൊക്കെ എക്സ്പ്ലോർ ചെയ്യാനുള്ള ആ ഒരു ടൈമായിരുന്നു കേട്ടോ. Finally we reached in Chennai railway station. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്. ചെന്നൈയിൽ നിന്ന് നമ്മൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബീച്ചിലേക്കായിട്ട് പോയത്. മറൈന ബീച്ച് അങ്ങനെയായിരുന്നു ആ ബീച്ചിൻ്റെ പേര്. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ബസ്സിലാണ് കേട്ടോ പോയത്. അതിനെ 2 ബസ് കയറേണ്ടി വന്നു. അങ്ങനെ അവിടേക്ക് പോയി. അവിടെ നല്ലൊരു സെറ്റപ്പാണ്, അടിപൊളിയാണ്. നമ്മൾ പിന്നെ ഈ പൂഴിട്ട തെരേൻ്റെ ഭാഗത്തേക്ക് ഒന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. ആ ഒരു ഗ്രാനൈറ്റ് ആ ഒരു ഭാഗത്തൊക്കെ ഒന്ന് ജസ്റ്റ് കറങ്ങി നടന്നിട്ടേ ഉള്ളൂ. കഴിഞ്ഞ വർഷം എങ്ങാണ്ടുമാണ് 2024 എങ്ങാണ്ടുമാണ് അത് കംപ്ലീറ്റ് ആയിട്ട് പൂർത്തീകരിച്ചതൊക്കെ അവിടെ വായിച്ചിറങ്ങി. ഈ ബീച്ച് എങ്ങനെയുണ്ട്? കൊള്ളാം. ആസ്തെറ്റിക് ബീച്ചാണ് ഗൈസ്. ഈ ബീച്ച് എങ്ങനെയുണ്ട്? ഉപ്പിലിട്ടതോ? സോ ഗുഡ്. Everything is good. അവിടെ പഴയ CM-ന്റെ ഓർമ്മയ്ക്ക് വേണ്ടി നിർമ്മിച്ചതോ അങ്ങനെ എന്തോ ആയിരുന്നു ആ ഒരു ഇതൊക്കെ കേട്ടോ. പിന്നെ അതിൻ്റെ ബീച്ച് മാത്രമല്ല, അതിൻ്റെ അണ്ടർഗ്രൗണ്ട് മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. തിയേറ്റർ വരെയുള്ള ഒരു മ്യൂസിയം ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ കറങ്ങി. ചെന്നൈയിൽ നിന്ന് ഡിന്നർ കൂടി കഴിച്ചിട്ടാണ് നമ്മൾ അടുത്ത ട്രെയിൻ കയറിയത്. പിന്നെ ട്രെയിനിൽ ഫുൾ ഓൺ മൂഡാണ്. ആദ്യം തന്നെ ഋത്തിൻ്റെ പാട്ട് കേൾക്കാം. ഫുഡ് കിട്ടാത്തതിൻ്റെ വിഷമത്തിൽ ലിറിക്സൊക്കെ മാറിയതാണ് നിങ്ങൾ കേട്ടത്. പിന്നെ നമ്മൾ ഫുഡൊക്കെ ആയിട്ട് നമ്മൾ കൊണ്ടുവന്ന സ്നാക്സും കുറച്ച് കടല അങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ആ ഒരു ദിവസങ്ങൾ നമ്മൾ കഴിച്ചു പോയത് കേട്ടോ. എന്തു പറഞ്ഞാലും ഈ ഒരു മൊമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള മൊമെൻറ്റ്സാണ്. പിന്നെ അവിടെ നിന്ന് നമുക്ക് 2 ഫ്രണ്ട്സിനെ കിട്ടി. നമ്മുടെ ഡൽഹി വരെ ഉണ്ടായിരുന്നു അവർ നമ്മളപ്പുറം. അപ്പോൾ അവരായിട്ട് നമ്മൾ ചില്ലായിട്ടാണ് നൈറ്റൊക്കെ നല്ല എൻജോയ് ചെയ്താണ് നൈറ്റൊക്കെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. We reached in Agra. റൂമിലെത്തി. ഇനി ഫ്രഷ് അപ്പ് ചെയ്തിട്ട് നേരെ താജ്മഹലിൽ കാണാം. അപ്പൊ നമ്മൾ ഫുൾ സെറ്റപ്പ് ആയിട്ട് താജ്മഹലിലേക്ക് പോകാൻ റെഡി ആവുകയാണ്. ഇതാണ് തീർത്തരം. നോക്കൂ, ഫിദ, ഷിഗാര. ഹായ് പറ അക്ഷയ. അപ്പൊ ഇനി താജ്മഹലിൽ കാണാം. Are you excited to go? Yes. Why? I'm excited to visit Taj Mahal. Okay. ഇനി ഞാൻ പറയില്ല. ഇനി നമ്മൾ താജ്മഹൽ കാണാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ സ്മാരകങ്ങളിലൊന്നാണ് താജ്മഹൽ. ഇന്ത്യയിൽ ആഗ്രയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു സ്മാരകം മുഗൾ സാമ്രാജ്യാധിപനായ ഷാജഹാൻ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയായിട്ടുള്ള മുംതാസിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. ഭാര്യയുടെ അനുസ്മരണത്തിന് വേണ്ടി ഉണ്ടാക്കിയ ഈ ഒരു സ്മാരകം അനശ്വരമായ പ്രണയത്തിൻ്റെ പ്രതീകമാണ്. അതിൻ്റെ ആർക്കിടെക്ചർ സൗന്ദര്യം പ്രതിവർഷം ദശലക്ഷക്കണക്കിന് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതാണ്. അപ്പോൾ ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് ഇവിടെ കേട്ടോ. ശരിക്കും നമ്മൾ എടുത്തു നിന്ന് ആസ്വദിക്കേണ്ട ഒന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. താജ്മഹൽ അടുത്ത് പോയി ആസ്വദിക്കുന്നത് പോലെ തന്നെ മനോഹരമാണ്. ദൂരത്ത് നിന്ന് അതിൻ്റെ ഒരു ഓവർവ്യൂ നോക്കി കാണാനും
അപ്പോൾ ഈ താജ്മഹലൊക്കെ എക്സ്പ്ലോർ ചെയ്തതിന് ശേഷം നമ്മൾ തിരിച്ച് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോകുന്നത്. ലഞ്ചിനുണ്ടായിരുന്നത് ചോറും സാമ്പാറാന്ന് പറയും, പക്ഷേ സാമ്പാറിൻ്റെ നമ്മളൊരു സാമ്പാറിൻ്റെ ടേസ്റ്റൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പപ്പടവും അച്ചാറും ഉപ്പേരിയും ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു മീൽസ് ആയിരുന്നു കേട്ടോ. ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു. അപ്പോൾ ഓവറോൾ കൊള്ളായിരുന്നു. അതിനുശേഷം പിന്നെ നമ്മൾ ആഗ്ര ഫോർട്ടിലേക്ക് ബസ്സിലാണ് പോയത്. അപ്പോൾ നല്ല ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം ഓൾമോസ്റ്റ് ഒരു 5 മണി 4:30-5 മണി ആ ഒരു ടൈമൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ആഗ്ര ഫോർട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിൽ കയറിയിട്ടോ. ആഗ്ര ഫോർട്ട് അല്ലെങ്കിൽ ആഗ്ര കോട്ടയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു കുഞ്ഞു വീഡിയോയിലൊന്നും നമുക്ക് ഒതുക്കാൻ പറ്റില്ല. അതിനായിട്ട് നമ്മൾ വൈഡായിട്ടുള്ളൊരു വീഡിയോ തന്നെ ഇറക്കേണ്ടി വരും. അപ്പോൾ ഞാനിതിൽ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് മനസ്സിലായത് ഞങ്ങളായിട്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ഓരോ ഘട്ടമായിട്ടാണ് ഈ ഒരു ഫോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ, ഓരോ ചക്രവർത്തിമാരെ. ഇതിപ്പോൾ 16th സെഞ്ച്വറിയിൽ 1560 സംതിങ് ആ ഒരു ഇയറിലാണല്ലോ ഇത് ഏകദേശം പണി കഴിഞ്ഞിട്ടുള്ളത്. പിന്നെ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് താജ്മഹലിൻ്റെ ഒരു ഭാഗത്തിൻ്റെ ഒരു ഓവർവ്യൂ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടുന്ന് നമുക്ക് അതിൻ്റെ ഓരോ ഭാഗവും ഭയങ്കര സ്പെഷ്യലായിട്ടാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അവിടെ ആ കൊട്ടാരത്തിൽ ജീവിച്ചിരുന്ന ഓരോരുത്തർക്കും വേണ്ടിയിട്ട് റൂമായാലും മേക്കപ്പ് റൂം, ആളുടെ വൈഫിൻ്റെ മേക്കപ്പ് റൂം, പിന്നെ അവിടെ തടങ്കലിടാനുള്ള ഒരു സ്ഥലം, പിന്നെ ഒരു ഓപ്പൺ സ്പേസ്, ഏറ്റവും ടോപ്പിലുണ്ടായിരുന്ന ഓപ്പൺ സ്പേസ്, ആ ഒരു സിംഹാസനം, പിന്നെ അങ്ങനെ എല്ലാം നമുക്കിങ്ങനെ ഭയങ്കര മൈന്യൂട്ടായിട്ട് നോക്കി കാണാൻ പറ്റുന്ന ഭാഗങ്ങളാണ് കേട്ടോ. പിന്നെ അവിടെ ഒരു ഓപ്പണായിട്ട് നമ്മളെ കൊട്ടാരത്തിൻ്റെ എല്ലാ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർ കച്ചവടം ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ടായിരുന്നു. പുറത്തുനിന്നുള്ള ആൾക്കാരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ട് വെള്ളം ശേഖരിച്ച് വെക്കുന്ന ഒരു സ്ഥലം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ഇടയിൽ തീ കത്തിക്കാനുള്ളത്, വെള്ളത്തിൽ മുതലൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു ഏരിയ ഒക്കെ ഭയങ്കര സൂക്ഷ്മതയോടെ നമ്മൾ നോക്കി കാണുന്നത്. ഡിന്നർ കഴിച്ചിട്ട് അവിടെ നിന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് ഡൽഹിക്ക് പോകാമെന്നാണ് കേട്ടോ പ്ലാന്. ഡിന്നറിന് ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു. പിന്നെ ഒരു ഓക്കെ ആയിരുന്നു. പിന്നെ ഒരു ചേച്ചിൻ്റെ ബർത്ത്ഡേ അവിടെ നിന്ന് സെലിബ്രേറ്റ് ചെയ്തു. ഹലോ, നമ്മുടെ ആഗ്രയിൽ നിന്ന് Day 3 ആയി. നമ്മളെല്ലാവരും റെഡി ആവുകയാണ് ഫോർ ഗോ. ഫസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്, പിന്നെ ഡൽഹി. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഒരു കടലക്കറി ബാജിക്കറി മിക്സും ബ്രെഡും ചാമും വിത്ത് കുറച്ച് കട്ട് ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു. ഡൽഹിയിലേക്ക് ഇറങ്ങിയതും നമ്മളെല്ലാവരും നല്ല ഓണായിട്ട് നല്ല അടിപൊളി പാട്ടൊക്കെ വെച്ചാണ് ഇറങ്ങിയത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ലൊരു മെലഡി മൂഡിലായി. എല്ലാവരും ഒരു നോർമൽ മെലഡി സോങ് ഒക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലഞ്ച് കഴിച്ചിട്ടോ. ഇതാണ് നമ്മളെ ഉച്ചക്കത്തെ ഫുഡ്. റിവ്യൂ കഴിക്കാം. ബിരിയാണിന്റെ റിവ്യൂ. അടിപൊളി ബിരിയാണി കഴിച്ചു. ഇതുവരെ കഴിച്ചത് നല്ല ഫുഡാണിത്. ഇനി വരാം ബാക്കി. ലഞ്ച് കഴിച്ചിട്ട് വീണ്ടും നമ്മൾ യാത്ര കണ്ടിന്യൂ ചെയ്തു. മോർണിംഗ് ഓൾമോസ്റ്റ് ഒരു 8 AM നമ്മൾ ഇറങ്ങിയതാണ്. വൈകുന്നേരം 3 മണിയോ അങ്ങനെ എന്തോ ടൈമിലാണ് നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ റെഡ് ഫോർട്ടും പിന്നെ അവിടെയുള്ള ജുമാ മസ്ജിദും ആയിരുന്നു നമ്മുടെ ഡെസ്റ്റിനേഷൻ. അങ്ങനെ പുറത്തുള്ള ഓരോ കാഴ്ചകൾ കണ്ട് നമ്മളങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക്. നമുക്ക് ഭയങ്കര ക്യൂരിയസ് ആണല്ലോ ഈ കുറേ പ്രാവുകൾ കൂട്ടും കൂടി നിൽക്കുന്നത് കാണാൻ. അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത്. പക്ഷെ പറക്കണ ആ ഒരു സംഭവം എനിക്ക് കിട്ടിയില്ല. അത് പറന്നില്ല, അതിന് പേടിയൊന്നുമില്ലായിരുന്നു. അങ്ങനെ പിന്നെ പുറത്തുള്ള മനോഹരമായ കാഴ്ചകൾ കണ്ട് നമ്മൾ ഫൈനലി റെഡ് ഫോർട്ടിൻ്റെ അടുത്തെത്തിയിരിക്കുകയാണ്. റെഡ് ഫോർട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. പിന്നെ അതിൽ കയറുമ്പം തന്നെ ചുറ്റും ഒരുപാട് കടകളുണ്ടായിരുന്നു. പക്ഷേ ഒട്ടും അഫോർഡബിൾ ഒന്നും അല്ലായിരുന്നു കേട്ടോ. ഭയങ്കര ഹെവി പ്രൈസ്ഡ് ആയിരുന്നു. പിന്നെ നമ്മൾ അവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടു. അവിടെ നിന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ നമ്മളെ ജുമാ മസ്ജിദിലേക്ക് ഓൾമോസ്റ്റ് ഒരു 500-600 മീറ്റർ എത്താനേ നടക്കാനുള്ള ദൂരം ഉള്ളായിരുന്നു. അതിന് 6 മണി വരെ നമ്മൾ വിമൻസിന് അവിടെ അലോ ആയിട്ടുള്ളൂ. അപ്പോൾ നമ്മളവിടെ കയറി ജസ്റ്റ് ഒന്ന് കറങ്ങി കണ്ടു. പിന്നെ ചെരുപ്പൊക്കെ പുറത്ത് അയച്ചു വെച്ചിട്ട് വേണം കയറാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ അതിൻ്റെ പുറമെ തന്നെ നമുക്ക് അവിടെ ഷോപ്പിംഗ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്, ഫുഡ് കോർട്ടും ഒക്കെ ഉണ്ട് കേട്ടോ. അതിന് നമ്മൾ അവിടെ നിന്ന് ഒരു അഫ്ഗാനി ഷവർമ ഓർഡർ ചെയ്തിട്ട് അത് ട്രൈ ചെയ്ത് നോക്കി. നൈസായിരുന്നു. പിന്നെ നമ്മൾ അയോഡി സ്ട്രീറ്റിൽ കൂടെ ഒക്കെ നടന്നു. പിന്നെ മണാലിക്ക് വേണ്ട ചെറിയ സാധനങ്ങളൊക്കെ ഒന്ന് ഷോപ്പ് ചെയ്തു. ചെറിയൊരു ഫുഡ് എക്സ്പ്ലോർ ചെയ്തിട്ടോ. അവിടുത്തെ സ്പെഷ്യൽ ഐറ്റംസ് അവിടെ അതിൽ ടൂട്ടി ഫ്രൂട്ടി ഉള്ള സാധനമല്ലേ, ആ സംഭവം അടിപൊളിയായിരുന്നു. പക്ഷേ അതിൻ്റെ അപ്പുറത്തുള്ള സാധനം
അത്ര അങ്ങ് കൊള്ളൂലായിരുന്നു. ഈ ബ്രെഡും പാലും മിക്സ് ചെയ്തിട്ട് ഒരു മധുരമില്ലാത്ത എന്തോ ഒരു സംഭവമൊക്കെ ആയിരുന്നു. പക്ഷെ മറ്റേ സാധനം അടിപൊളിയായിരുന്നു. പിന്നെ ഗുലാബ് ജാമൊക്കെ നൈസായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഒരു കരിമ്പ് ജ്യൂസും കഴിച്ച് കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. അത്യാവശ്യം ചെറിയ ചെറിയ ഷോപ്പിംഗ് ഒക്കെ അവിടെ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, മണാലിക്ക് വേണ്ട മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ അന്ന് ഓവർനൈറ്റ് ഡയറക്റ്റ് മണാലി, ഓഫ് ടു മണാലി. പോണ വഴിക്ക് നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് നമ്മൾ ഹരിയാനയിലെ കർണാട് ജില്ലയിലെ ഒരു പ്ലേസ് എന്നായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ചപ്പാത്തി ഇല്ലേ, നമ്മുടെ തീയിലൊക്കെ ചുട്ടെടുക്കണ അതും ഒരു വെജ് കറി ആയിരുന്നു. വലിയ ടേസ്റ്റൊന്നുമില്ല, എനിക്കൊന്നും അത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അതും കഴിച്ച് വീണ്ടും നമ്മൾ ബസ്സിൽ കയറിട്ടോ. അപ്പോൾ അത്യാവശ്യം ഒരു തണുത്തൊക്കെ കയറി വരുന്നുള്ള ഒരു ടൈമായിരുന്നു. പിന്നെ മോർണിംഗ് നമ്മൾ എത്തുമ്പോഴത്തേക്ക് ജാക്കറ്റൊക്കെ എടുത്തൊന്നുകൂടി ഒന്ന് സെറ്റായി. പക്ഷെ നല്ല തണുപ്പ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. മോർണിംഗ് സൺറൈസൊക്കെ നമ്മൾ ബസ്സിൽ നിന്നാണ് ആസ്വദിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ പാക്കേജിൽ ലാസ്റ്റ് ഡേ കുളു ആയിരുന്നു പറഞ്ഞത്, പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ കുളു ആയിരുന്നു കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺറൈസൊക്കെ കണ്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ നമുക്ക് സാൻഡ്വിച്ചും ആലു പരാത്തല്ലേ അതായിരുന്നു കഴിക്കാനുണ്ടായിരുന്നത്. എൻ്റെ പ്രൊനൗൺസിയേഷൻ ഒന്നും ശരിയാണെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കറക്റ്റ് ചെയ്ത് തരണം കേട്ടോ. അതിനൊരു കോഫിയും ഈ മസാലക്കറിയും ഒക്കെ കൂട്ടിയിട്ട് അതെല്ലാം കഴിച്ചു. ഓക്കെ, എനിക്ക് സത്യം പറഞ്ഞാൽ അത് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എല്ലാവർക്കും ഒരേ ടേസ്റ്റ് ആയിരിക്കില്ലല്ലോ. അങ്ങനെ നമ്മൾ അതൊക്കെ കൂടി കഴിച്ച് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആയിട്ട് നമ്മൾ കുളുവിലേക്ക് ഫസ്റ്റ് നമ്മൾ റിവർ റാഫ്റ്റിങ്ങിന് വേണ്ടിയിട്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് കാഴ്ചകൾ കണ്ടുകൊണ്ടാണ് നമ്മൾ കുളുവിലെത്തിയത് കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ കുളു എത്തി. അപ്പോൾ കുളുവിൽ നമ്മുടെ ഫസ്റ്റ് റിവർ റാഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ നമ്മളെ ആശിഷ് ഠാക്കൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. നല്ല അടിപൊളിയായിട്ടുള്ള ആളായിരുന്നു. അങ്ങനെ നമ്മൾ ഒരു 1 hour ആയിരുന്നു കേട്ടോ റിവർ റാഫ്റ്റിംഗ് വരുന്നത്. അപ്പോൾ നമ്മൾ ഫോണൊന്നും എടുത്തിട്ടില്ലായിരുന്നു, വീഡിയോ ക്ലിപ്സ് കിട്ടില്ല എന്ന് വിചാരിച്ചു. ബട്ട് അവർ നമുക്ക് വീഡിയോസ് ക്ലിപ്പൊക്കെ എടുത്ത് തന്നു. 1 person per 100 ആയിരുന്നു കേട്ടോ. ആക്ച്വലി 1200 രൂപ ആണ് നമ്മൾ ക്ലിപ്സൊക്കെ എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പറ്റിച്ചു. നമുക്കത് 700 രൂപയ്ക്ക് കുറച്ച് തന്നു, ആരോടും പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അവിടെ എല്ലാവർക്കും ഈ സെയിം കാര്യങ്ങളായിരുന്നു, അവരുടെ മാർക്കറ്റിംഗ് ആയിരുന്നു അത്. അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസൊക്കെ നമുക്ക് അവർ എടുത്തു തന്നിട്ടോ. അതുകൊണ്ടാണ് നമുക്കിത് കിട്ടിയത്. അങ്ങനെ നമ്മൾ അത് ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. ഒരു 1 hour വെള്ളത്തിൽ നമുക്ക് ചാടാനൊക്കെ പറ്റുമായിരുന്നു, പക്ഷേ ഞങ്ങൾ ചാടിയില്ല. നമ്മൾ നല്ല തണുപ്പുണ്ടായിരുന്നു വെള്ളത്തിന്. അപ്പോൾ നമുക്ക് ആ ഒരു സംഭവം ഒന്നും സെറ്റായില്ല. നമ്മൾ ഗേൾസ് ഒരുമിച്ചായിരുന്നു കയറിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഓരോ ടീംസായിട്ട് ഓരോ ബോട്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഞങ്ങളെ വീഡിയോസ് മാത്രമേ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇത് മാത്രമേ ആഡ് ചെയ്തത്. Okay, now it's time to जरा तस्वीर से तो निकल कर सामने आ मेरी महबूबा, मेरी महबूबा. मेरी महबूबा. जाने दो.
ശേഷം നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. ഗീ റൈസും ചിക്കൻ കറി തന്നെയായിരുന്നു. പക്ഷെ ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു ഗൈസ്. എന്തോ ഒരു ഫുഡായിരുന്നു. അതിനെങ്ങനെയോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളത് കഴിച്ചു. നമ്മൾ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ മനസ്സിലാകും. പിന്നെ അത് മാത്രമല്ല, നമ്മൾ റോഡിൻ്റെ സൈഡിലായിരുന്നു ഫുഡ് കഴിച്ചത്. സോ പൊടിയൊക്കെ പാറിയിട്ട് ഒരു സാറ്റിസ്ഫൈഡും ഇല്ലാണ്ടായിരുന്നു നമ്മൾ ഫുഡ് കഴിച്ചിട്ടോ. പിന്നെ നമ്മൾ നേരെ ഗോ ടു മണാലി. നമ്മളന്ന് വൈകുന്നേരം നമ്മൾ മണാലി റൂം എത്തി. We reached in room. നന്ദന നോക്ക്. അങ്ങനെ റൂമിൻ്റെ ഫ്രണ്ട് മഞ്ഞുമലകൾ. ഒരു ഭാഗത്ത് മാത്രം മഞ്ഞുണ്ട്. ജസ്റ്റ് ഇവിടെ റീച്ച് ചെയ്തിട്ടുള്ളൂ. നല്ല തണുപ്പാണ്. ഞങ്ങൾ റൂമിലെത്തി. ഇവിടെ ഒരു മിറർ ഉണ്ട് കയറി വരുന്നവിടെ തന്നെ. അങ്ങനെ ഇതാണ് നമ്മുടെ ബെഡ്. പിന്നെ ഇവിടുത്തെ വ്യൂ നൈസാണ്. TV ഒക്കെ ഉണ്ട്. നോ സിഗ്നലൊക്കെയാണ് കാണിക്കുന്നത്. അതൊക്കെ നമുക്ക് നോക്കണം. ഇപ്പം എത്തിയിട്ടേ ഉള്ളൂ. പിന്നെ ഇവിടെ ഇരുന്ന് സംസാരിക്കാനൊക്കെ ഉള്ളൊരു സ്പേസ് ഉണ്ട്. ദെൻ നമുക്ക് ഇവിടുത്തെ വ്യൂ ആണ് കാണാനുള്ളത്. ഇതാണ് ഇവിടുത്തെ പുറത്തേക്കുള്ള ഒരു വ്യൂ. അയോടി ഒരു അരുവിയുണ്ട്. പിന്നെ അതെവിടെ മഞ്ഞുമല. നൈസ് വ്യൂ ആണ്. ഓൾ സെറ്റ്. എല്ലായിടത്തിനും കട നല്ല രസമുണ്ട്. അങ്ങനെ നമ്മൾ മണാലി എത്തിയിരുന്നു. വൈകുന്നേരം എന്തിനോ ഷോപ്പിങ്ങിന് എത്താൻ വേണ്ടി ഇറങ്ങുകയാണ് ഗൈസ്. മണാലി ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു സ്ട്രീറ്റാണ് മാൽ റോഡ് സ്ട്രീറ്റ്. അപ്പോൾ നമ്മൾ അവിടെ ഷോപ്പിങ്ങിനൊക്കെ വേണ്ടി ഇറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ റൂമിൽ നിന്ന് നടക്കാനുള്ള ദൂരം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ ആശിഷിൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. അപ്പോൾ നമ്മൾ 20th എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പം തലേന്ന് രാത്രി നമ്മൾ കേക്കൊക്കെ അവർക്ക് സർപ്രൈസ് കൊടുക്കുന്നത്. Happy birthday to you, Ashish. Happy birthday to you. Happy birthday to you. Happy birthday. സർപ്രൈസ് ആയല്ലോ. Guys, this party time. ലൈറ്റ് കൊടുക്കാനുണ്ടോ? കൈവരയ്ക്കുന്നു. ഇനിയൊക്കെ പ്രതീക്ഷിച്ചല്ലേ ഇതിപ്പം കണ്ടറിയോ? ഓർമ്മയുണ്ടല്ലോ. ഞാൻ ചോദിക്കാൻ അങ്ങനെ നമ്മളെല്ലാവരും ഒരു ഹാപ്പി ആയിട്ട് കേക്ക് കട്ട് ചെയ്ത് പിന്നെ അവിടെ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് ആ ഡേ നമ്മൾ അടിപൊളിയാക്കി ഗൈസ്. പിന്നെ പാട്ടും ഡാൻസും കുറേ കഥകളൊക്കെ പറഞ്ഞ് ഒരു സർപ്രൈസിൻ്റെ ഹാങ് ഓവറൊക്കെ ഒന്ന് മാറ്റി നമ്മൾ കിടന്നിറങ്ങിട്ടോ. പിറ്റേ രാവിലെ മോർണിംഗ് നമ്മുടെ റൂമിൽ നിന്നുള്ള ആ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ഞാൻ നേരത്തെ തന്നെ എഴുന്നേറ്റ്. പക്ഷേ ഒരുമാതിരി നീല കളറായിട്ടൊന്നും കാണുന്നൊന്നുമില്ലായിരുന്നു. മഞ്ഞുമലയൊക്കെ നമ്മൾ കോട മഞ്ഞ് കൊണ്ട് മൂടിയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ലായിരുന്നു കേട്ടോ. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. ഒത്തിരി നേരം നമ്മൾ ഈ മഴ വേണേ നോക്കി നിന്നിട്ട് ഒരു ചാറ്റൽ മഴയായിരുന്നു. നല്ലൊരു തണുപ്പും. ഈ മണാലിയിൽ മഞ്ഞ് വീഴ്ച കാണാൻ പോയി ഞങ്ങളെ വരവേറ്റത് റെയിൻഫോൾ ആയിരുന്നു. അങ്ങനെ ഒത്തിരി നേരം നമ്മൾ എങ്ങനെ പുറത്തിറങ്ങുന്നൊക്കെ ഇങ്ങനെ ആലോചിച്ച് നിന്ന് അങ്ങനെ നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ഇന്ന് സ്നോ പോയിൻ്റാണ്. അതിനുവേണ്ടി നമ്മൾ റെഡിയായി. നമ്മളെല്ലാവരും ഈ ജാക്കറ്റും എല്ലാം ഫുൾ സെറ്റായപ്പോഴത്തേ എനിക്കൊരു അങ്കിൾ ബൺ ഫീലിംഗ് ആട്ടോ കിട്ടിയത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി വന്നിട്ടാണ്. പൂരിയും കടലക്കറി ഉണ്ടായിരുന്നു, ചായ ഉണ്ടായിരുന്നു. അവിടുത്തെ ചായ ഒരു രക്ഷയില്ല കേട്ടോ. പാക്കേജിൽ സെറ്റായി ഉണ്ടാക്കുന്നതാണെന്നാലും സംഭവം ചായകളൊക്കെ ഭയങ്കര ടേസ്റ്റിയാണ്. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ച് നമ്മളെല്ലാം ഓൾ സെറ്റായിട്ട് നമ്മൾ സ്നോ പോയിൻറ്റിലേക്ക് ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. നമ്മൾ ഓരോ ചെറിയ വണ്ടിയിലായിട്ടാണ് പോകുന്നത്. അപ്പം നമ്മുടെ വണ്ടിയൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ഭയങ്കര ക്യൂരിയസ് ആയിട്ട് നോക്കിയിരിക്കുകയാണ് അതിലുള്ള മഞ്ഞ് കണ്ടിട്ടോ. പക്ഷേ നമുക്കതൊക്കെ ഒരു അനുഭവമാണല്ലോ. അപ്പോൾ നമ്മൾ ഓരോരുത്തരല്ല ഒരു 6 to 8 മെമ്പേഴ്സാണെന്ന് തോന്നുന്നു ഈ ഒരു വണ്ടിയിൽ. അങ്ങനെ നമ്മൾ കയറി നമ്മൾ സ്നോ പോയിൻറ്റിലേക്ക് പോവുകയാണ്. നമ്മുടെ ഡ്രൈവർ ചേട്ടനായിരുന്നു ആ കണ്ടത്. അങ്ങനെ നമ്മൾ മഞ്ഞ് മലകൾക്കരികിലെത്തി ഗായ്സ്. അതിൻ്റെ താഴത്ത് കണന്തരസ. നമുക്കിത് ഭയങ്കര ആദ്യമായിട്ടുണ്ടാകുന്ന അനുഭവമാണല്ലോ. അപ്പോൾ ഭയങ്കര ക്യൂരിയസിലാണ് എല്ലാവരും ഇതിനൊക്കെ നോക്കി കണ്ടിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഹാപ്പിയായി നമ്മൾ ഈ മഞ്ഞുമലയൊക്കെ കണ്ട സമയത്ത്.
അങ്ങനെ കുറേ നേരം അവിടെയൊക്കെ ചുറ്റിക്കറങ്ങി കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അവിടുത്തെ ഈ അഡ്വഞ്ചേഴ്സൊക്കെ ആസ്വദിക്കാമെന്ന് വിചാരിച്ചു. കുറേ ഇങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര ക്ഷീണമായി പോയിട്ടോ. പിന്നെ സൊലാങ് വാലിയിലേക്ക് നമ്മൾ പോയിട്ടുണ്ടായിരുന്നില്ല. അത് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വിചാരിക്കുന്നത് ഭയങ്കര മിസ്സ് എന്ന് വെച്ചാൽ അവിടെ വരെ പോയിട്ട് നമ്മളവിടെ പോയില്ലല്ലോ. പിന്നെ അവിടുത്തെ ട്രഡീഷണൽ ഡ്രസ്സൊക്കെ നമ്മൾ അണിഞ്ഞ് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ പോയി എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു ഇതിൽ ഫോട്ടോസൊക്കെ എടുക്കണമെന്ന്. അങ്ങനെ നമ്മൾ ഒത്തിരി ഫോട്ടോസൊക്കെ അവിടെ നിന്നൊക്കെ എടുത്ത് ഈ രാവിലെ റെയിൻഫോൾ കിട്ടിയോണ്ടാണോന്ന് അറിയില്ല, തലേന്ന് നമ്മൾ മണാലി എത്തുന്ന സമയത്ത് 11 ഡിഗ്രി ആയിരുന്നു സെൽഷ്യസ്. എന്നാൽ പിറ്റേ രാവിലെ നമ്മൾ മഞ്ഞുമലയിലേക്ക് ഇറങ്ങി അവിടെ എത്തുന്ന സമയത്ത് 3 ഡിഗ്രി ആയിരുന്നു കേട്ടോ. അപ്പോൾ താഴത്തെത്തി നമ്മൾ കുറച്ച് നടന്നപ്പോഴത്തേക്കിനും നമ്മൾ ഭയങ്കര ടയേർഡായി. പിന്നെ നമുക്ക് സ്നോ ഡ്രസ്സ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. സോ ബൂട്ട്സ് മാത്രമേ ഇല്ലായിരുന്നു. അപ്പോൾ നമുക്ക് ഈ സൊലാങ് വാലിയൊക്കെ അതുകൊണ്ടാണ് ഒന്നും ഇത് മിസ്സായിട്ടുണ്ടായിരുന്നത്. അതിനുള്ളത് വെച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഈ മൂക്കൊക്കെ ഭയങ്കര ടൈറ്റായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്. മഴ എങ്ങനെയുണ്ട്? തണുപ്പ് ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ഹഡിംബ ടെമ്പിളാണ് കേട്ടോ. അപ്പം ഇന്ന് ആ ഒരു 2 പ്ലേസ് മാത്രമേ ഉണ്ടായിരുന്നു. ഗായ്സ് മഴ പെയ്യുന്നുണ്ട്, ഒപ്പരം സ്നോ ഉണ്ട് ഗായ്സ്. പക്ഷെ വീഡിയോയിൽ കിട്ടുന്നില്ല. ബട്ട് ഇറ്റ് വാസ് സ്നോ ആക്ച്വലി. കാണുന്നുണ്ടോ? ആ കട്ടിയുള്ള വെള്ളത്തുള്ളികൾ നിങ്ങൾ കാണുന്നുണ്ടോ? സ്നോഫോൾ. ഞങ്ങൾക്ക് സ്നോഫോൾ കിട്ടിയേ. ഇതാണ് ഗൈസ് മഞ്ഞ്. ഗൈസ് മഞ്ഞ് കണ്ടോ ഗൈസ്? മഞ്ഞ് കണ്ടോ ഗൈസ്? സ്നോഫോൾ. ഇറ്റ്സ് റിയലി ഗുഡ്. ഇതാണ് സ്നോഫോൾ. ഇറ്റ്സ് സോ സാറ്റിസ്ഫൈങ്. സ്നോഫോൾ കിട്ടിയ സന്തോഷം നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് എനിക്ക് പോലും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഫൈനലി സ്നോഫോൾ കിട്ടി ഭയങ്കര ഹാപ്പിയായി. അപ്പോൾ പിന്നെ മഴയും രണ്ടും കൂടി ആയതുകൊണ്ട് നല്ലൊരു രസമുണ്ടായിരുന്നു. പിന്നെ ഈ തുമ്മലൊക്കെ വന്ന് നമ്മൾ ആദ്യമായിട്ടാണല്ലോ, അതിൻ്റെ എല്ലാ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പിന്നെ നല്ലൊരു കോഫിയും കുടിച്ച് നേരെ റൂമിലേക്ക് പോയി ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. ലഞ്ചിനുണ്ടായിരുന്ന ചോറും സാമ്പാറും ചിക്കൻ ഫ്രൈയും പപ്പടം അച്ചാറൊക്കെ ആയിരുന്നു. അവിടെ നമ്മൾ സാധനം മേടിക്കുമ്പോൾ നല്ല ചൂടായിരുന്നു. എന്നാൽ ഒന്ന് കൈയിട്ട് ഒരു ഉരുള നമ്മൾ കഴിച്ചാൽ പിന്നെ അപ്പത്തെ സാധനം തണുത്ത് പോയിട്ടുണ്ടാവും. ഫുഡ് സത്യം പറഞ്ഞാൽ കൊള്ളൂലായിരുന്നു. സാമ്പാർ എങ്ങനെയുണ്ട്? പിന്നെ നമ്മൾ ഹഡിംബ ടെമ്പിളിൻ്റെ അടുത്തെത്തി. ശരിക്കും ഈ സ്നോൻ്റെ ഒരു പീക്ക് എത്തിയത്, അല്ലെങ്കിൽ ഈ തണുപ്പിൻ്റെ ഒരു പീക്ക് എത്തിയിട്ടുണ്ടായിരുന്നത് ഇവിടെ നിന്നായിരുന്നു കേട്ടോ. ഭയങ്കര മഴയായിട്ട് ഞാനാണെങ്കിൽ ഒരു പൊട്ടത്തരം ചെയ്തു, ജാക്കറ്റ് തിരിച്ചായി പോയിട്ടത്. അപ്പം എല്ലാം കൂടി എനിക്ക് അൺസഹിക്കേറ്റബിളായിട്ടുള്ളൊരു തണുപ്പായിരുന്നു ഈ ഹഡിംബ ടെമ്പിളിൻ്റെ അവിടെ എത്തിയ ടൈമിൽ. ഹഡിംബ ടെമ്പിൾ പിന്നെ നമ്മൾ ഹേ ജവാനിൻ്റെ സ്പോട്ട്, അതുകൊണ്ട് ഭയങ്കര ഒരു കാണാൻ ഭയങ്കര ആഗ്രഹത്തിൽ പോയതാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ചുറ്റും ഈ ഒരു സന്ധ്യാനേരത്ത് അത് നമ്മൾ ഏകദേശം എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ മഴയും ഒന്നായിട്ടൊരു ഇരുട്ട് മൂടിയൊരു ടൈമായിരുന്നു. പിന്നെ അവിടെ നിന്നും കിട്ടി സ്നോഫോള്. പിന്നെ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു. ഉള്ളിൽ നമ്മൾ കയറിയിട്ടില്ല, ജസ്റ്റ് പുറത്തു കൂടിയൊക്കെ ഒന്ന് കണ്ടതുണ്ടായിരുന്നുള്ളൂ. എന്ന് വെച്ചാൽ നല്ലൊരു വരിയൊക്കെ ഉണ്ടായിരുന്നു ഉള്ളിൽ കയറാൻ വേണ്ടിയിട്ട്. പൈനാണെന്ന് തോന്നുന്നു, പൈൻ പോലത്തെ മരങ്ങളാണ്. ദിസ് ഈസ് ദാജ്. നല്ല തണുപ്പാണ്. സ്നോഫോൾ കഴിഞ്ഞിരിക്കുന്നതിൻ്റെ എല്ലാവിധ തണുപ്പുകൊണ്ട് 4 ആയിരുന്നു ഇന്നത്തെ ടെമ്പറേച്ചർ. അപ്പോൾ നമുക്ക് അടുത്ത സ്പോട്ടിൽ കാണാം. ഇവിടെ കുറച്ച് നേരം കയ്യൊന്ന് ചൂടാക്കുന്നതിന് 50 രൂപയാണ് ചാർജ്. പിന്നെ ആളുടെ അടുത്ത് പൂജാ സാധനങ്ങൾ, ആ ടെമ്പിളിലേക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് കൈയൊക്കെ ചൂടാക്കിയായിട്ട് പുറത്തിറങ്ങി. പിന്നെ പുറത്ത് സ്ട്രീറ്റാണ്. ഇതിൻ്റെ പുറത്ത് ഫുള്ള് സ്ട്രീറ്റ്സ് ആണ്, ഫുഡൊക്കെ ട്രൈ ചെയ്യുന്നത്. ഇതാണ് അതിൻ്റെ ഒരു എൻട്രൻസ്. ആ ടെമ്പിളിലേക്ക് കയറാൻ പറ്റുന്നത്. പിന്നെ അതിലൂടെ അടുത്ത എൻട്രൻസ് ഉണ്ട്. ചായയും നല്ല ചൂടുള്ള ചായ. ഇവിടെ എത്രയാ തണുപ്പ്? ഇവിടെ എത്രയാ തണുപ്പ് പറ? -3. ഇവിടെ ഒരു കോമഡി ഉണ്ടായിരുന്നു. നമ്മുടെ വായിൽ നിന്ന് ഇങ്ങനെ പുക പോകുന്ന കണ്ടിട്ട് ആളിവിടെ വന്ന് പറഞ്ഞു ഇവിടെ നോ സ്മോക്കിംഗ് ഏരിയ ആണെന്ന്. പിന്നെ ആളെ കൊണ്ട് നമ്മളവിടെ നല്ല മലയാളം പാട്ടൊക്കെ വെപ്പിച്ച്
അടിപൊളിയായിരുന്നു. അന്ന് നമ്മൾ ടെൻറ്റിലായിരുന്നു കേട്ടോ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ ടെൻറ്റിലേക്ക് എത്തി. നല്ല നൈറ്റായപ്പോൾ അതിന് എത്തിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെയായിരുന്നു നമ്മൾ താമസിച്ച ടെൻറ്റ് കേട്ടോ. അങ്ങനെ അവിടുന്ന് ഡിന്നർ കഴിച്ചിട്ട് കുറച്ച് നേരം പാട്ട് ഡാൻസൊക്കെ ആയിട്ട് പോയി. ഗീ റൈസും ചിക്കൻ കറിയായിരുന്നു അവിടുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഓക്കെ ആയിരുന്നു, കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ തണുപ്പ് ഉള്ളപ്പം നമ്മുടെ ചൂടുള്ള എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പം വല്ലാത്തൊരു നല്ലൊരു ഫീലിംഗ് ആയിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നമ്മൾ കുറച്ച് നേരം പാട്ട് ഡാൻസ്, എല്ലാവരും ഭയങ്കര ടയേർഡാണ്. പക്ഷെ നമ്മൾ കുറച്ച് നേരം ഒന്ന് നല്ലൊരു മൂഡ് ഓണായിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴാണ് ഉറങ്ങാനൊക്കെ പോയത്. Yes guys, night and snowfall. നൈറ്റ് ഒന്നും കൂടി സ്നോഫോൾ കിട്ടിയപ്പോൾ നമ്മൾ ഡബിൾ ഹാപ്പിയായി. ശരിക്കും പറഞ്ഞാൽ ഈ തെർമോക്കോളിൻ്റെ കട്ടകൾ അല്ലെങ്കിൽ ഈ കല്ലുപ്പൊക്കെ വീണ പോലെയായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതും കഴിച്ച് നേരെ കിടന്നുറങ്ങി. ടെൻറ്റിൻ്റെ വ്യൂ രാവിലെ കാണാം. അടുത്തുള്ള വ്യൂ കാണിച്ചു തരാം നമ്മുടെ ടെൻറ്റിൻ്റെ. ഇതാണ് നമ്മുടെ വ്യൂ. ഈ ടെൻറ്റിൻ്റെ പുറത്തുള്ള ഇതായിരുന്നു നമ്മുടെ ടെൻറ്റ്. ഇവിടെ നല്ല മഞ്ഞുമല കാണാം. ഇതാണ് മഞ്ഞുമല. എന്നിട്ട് കിടന്നുറങ്ങിയിട്ട് അയ്യോ മൂക്കൊക്കെ അടഞ്ഞ് നല്ല തണുപ്പായിരുന്നു. രാത്രി ഭയങ്കര ഇടി മഴയൊക്കെയായിരുന്നു. ഞാൻ വിചാരിച്ചത് സ്നോഫോൾ ഉണ്ടായിരുന്നു, സ്നോ ഉണ്ടാവുമെന്ന് വിചാരിച്ചപ്പോൾ സ്നോ ഒന്നുമില്ല. പക്ഷെ മല ഇവിടുന്ന് ഉണ്ടായിരുന്നു, വ്യൂ ഉണ്ടായിരുന്നു. നൈറ്റ് വന്നുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ കാണാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതാണ് നമ്മുടെ പുറത്തുള്ള വ്യൂ. ഇവിടെയാണ് നമ്മൾ ഇന്ന് ഡാൻസ് കളിച്ചത്. എന്നിട്ട് കുറച്ച് മോയ്സ്ചറൈസർ ഇട്ടിട്ട് നമ്മുടെ ബ്ലഷ് നാച്ചുറലി നമുക്ക് ബ്ലഷ് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ചുണ്ടൊക്കെ കൂടി കാണണ്ട ഒരു പരിവായിട്ടുണ്ട്. ഈ ഹെയറൊക്കെ ഒരുമാതിരി ഐസ് പോലെ ഉണ്ട്. കൈക്ക് മരവിച്ച് ഇന്നൊന്നും പറയാല്ല. ജാക്കറ്റിട്ട് കിടക്കാൻ അവയ്ക്ക് നമുക്കൊക്കെ ചോദിച്ചൊരു വഴി അയക്കുന്ന കോൾഡൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഉണ്ട്. നമ്മുടെ അടുത്ത സ്പോട്ട് ആപ്പിൾ ഫീൽഡ് ട്രെക്കിംഗ് ആണെന്നാണ് പറഞ്ഞത്. ഇൻ കേസ് മഴയാണെങ്കിൽ നമ്മൾ വില്ലേജ് ട്രെക്കിംഗ് ആണ്. അപ്പോൾ നമുക്ക് ഇതാന്ന് നോക്കാം. അപ്പോൾ ഒന്ന് ഫ്രഷപ്പായിട്ട് ചാടിച്ചതിന് ശേഷം ഇപ്പം നല്ല വെയിലുണ്ട്. ഇന്നലെ ഒന്നും ഞങ്ങൾക്ക് തീരെ വെയിലില്ലായിരുന്നു. ഇന്നും നല്ല വെയിൽ കിട്ടിയപ്പോൾ ഒരു സുഖം. അങ്ങനെ നമ്മൾ ഫ്രഷായി ഒന്ന് ഡ്രസ്സപ്പൊക്കെ ചെയ്തിട്ട് നമ്മൾ ട്രെക്കിങ്ങിന് വേണ്ടി ഇറങ്ങുകയാണ്. ആപ്പിൾ ഫീൽഡ് ട്രെക്കിംഗ് ആണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ആ ഒരു ടെൻറ്റിൻ്റെ അടുത്തുനിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഈ കാണുന്നതൊക്കെ ആപ്പിൾ ഫീൽഡാണ്. അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ വന്ന സീസൺ ഇതിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് ട്രീസിൽ ലീവ്സും കായ്കളും ഒന്നും കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയ മരങ്ങളെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളൂ. ചെറിയ ചില ചെടികളിൽ ഈ മൊട്ടിടുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. സൈഡിൽ കുറച്ച് മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ആക്ടിവിറ്റീൻ്റെ അടുത്തെത്തി. ഇതാണ് ഫസ്റ്റ് ആക്ടിവിറ്റി. ഇപ്പോൾ ഇവിടെ ആ ഒരു ട്രെയിനിൻ്റെ വില കയറിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പേരെന്നോട് മറന്നുപോയി. എനിക്ക് ചെറിയൊരു സുഖമില്ലാത്ത പോലെ തോന്നിയിട്ട് ഞാൻ കയറിയില്ല. എനിക്ക് ഈ ഹൈറ്റ് ചെറിയൊരു പേടിയുണ്ട്. റിസ്ക് എടുക്കണ്ട വിചാരിച്ചു. കുറേ പേര് ഇവിടെ ചെയ്തുകൊണ്ട് അതിങ്ങനെ കണ്ടിന്യൂ ആയിക്കൊണ്ടേയിരിക്കുന്നു. അയ്യോ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി അടുത്തത് സിപ്പ് ലൈൻ ആണെന്ന് തോന്നുന്നു നെക്സ്റ്റ് ആക്ടിവിറ്റി. നോക്കാം. ഇതൊക്കെ ഇവിടെ 2 ഫ്രണ്ട്സിനെ കിട്ടി. ഇതാണ് 2 ഫ്രണ്ട്സ്. മാസ് ടീംസാണ്. ഞാൻ കുറച്ച് ധൈര്യമൊക്കെ സമ്പാദിച്ചിട്ട് അടുത്ത ആക്ടിവിറ്റീസിൽ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. എങ്ങനെ ഞാൻ സക്സസ്ഫുള്ളി ആയിട്ട് ആ ഒരു ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്തു. നല്ല രസമുണ്ടോയെന്ന് വെച്ചാൽ ഓക്കെയാണ്. എനിക്ക് ഹൈറ്റ് ഒക്കെ പേടിയാണ്. അതുകൊണ്ട് എനിക്കൊരു ഓക്കെയാണ്. അഡ്വഞ്ചേഴ്സൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും.
അങ്ങനെ ഈ ആക്ടിവിറ്റീസ് 2 ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ ചുറ്റുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മുടെ ട്രക്കിംഗ് കണ്ടിന്യൂ ചെയ്യുകയാണ്. അപ്പം ഈ ചെറിയൊരു അരുവി ഇങ്ങനെ സൈഡിൽ കൂടി ഒഴുകി വരുന്നുണ്ടായിരുന്നു. താഴത്ത് ഉള്ള വീടുകളിലൊക്കെ ആൾക്കാർ അലക്കൊക്കെ ചെയ്യണത് ആ ഒരു വെള്ളം കൊണ്ടാണെന്ന് തോന്നുന്നു. ഒരു സ്ത്രീ അങ്ങനെ അലക്കണമൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ മുകളോട്ട് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും കുറച്ച് ആപ്പിൾ ട്രീസൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് കാണുന്നുണ്ടായിരുന്നു. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചയായിരുന്നു ടോപ്പിലെത്തിയപ്പോഴത്തേക്ക് കേട്ടോ. നല്ലൊരു അരുവി എന്ന് പറയണോ, വെള്ളച്ചാട്ടം എന്ന് പറയാനില്ല, എന്നാൽ അരുവിന്നേ പറയാനുള്ളൂ. അങ്ങനെ പിന്നെ പോണ വഴിക്ക് കുറച്ച് ആടുകളൊക്കെ കണ്ടു. വളരെ ലിമിറ്റഡ് ഓഫ് നമ്പർ, കൂടുതലൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ നടന്ന് നമ്മൾ മെയിനായിട്ടുള്ള ആ ഒരു റിവർ ഫോറസ്റ്റ് കഫേൻ്റെ അടുത്തെത്തിട്ടോ. അവിടെ ആക്ടിവിറ്റീസിനുള്ള ഏരിയാസൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് ഒരു ഷോപ്പ് ഉണ്ടായിരുന്നു. പിന്നെ നമുക്ക് അവിടെ റെസ്റ്റ് ചെയ്യാം. ജസ്റ്റ് ആ വ്യൂ ഓഫ് ആ ഒരു ബ്യൂട്ടി ഓഫ് വ്യൂ ആസ്വദിച്ച് നമുക്ക് അവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആയിരുന്നു കേട്ടോ. പിന്നെ ഒത്തിരി ഫോട്ടോസ് കാര്യങ്ങളൊക്കെ എടുത്തു. അവിടുന്ന് നമുക്ക് ചുറ്റും ഈ മലകളൊക്കെ നോക്കി കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ ട്രെക്കിംഗ് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു വരികയാണ്. നൈസ് ട്രെക്കിംഗ്. ആ വെള്ളച്ചാട്ടം നൈസായിരുന്നു. വരുന്ന വൈകി ഇതൊക്കെ നടക്കുന്നത്. ഇവിടെ വെള്ളം സംഭരിക്കുന്ന സ്ഥലമാണെന്ന് തോന്നുന്നു. അല്ലെങ്കിൽ ഇമ്പോളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമല്ലേ, അത് താഴോട്ട് ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വെള്ളം വരുന്ന ഇതായിരിക്കാം ഇത്. നമ്മൾ താഴേന്ന് കാണാം. ഇനി ഫുഡ് കഴിച്ചില്ല. ഇപ്പം ടൈം ഓൾമോസ്റ്റ് 4 PM കഴിഞ്ഞു. അങ്ങനെ ലഞ്ചിന് ഇത് തന്നെ ആയിരുന്നു. ചോറും സാമ്പാറും അച്ചാറും ഉപ്പേരിയും തൈരൊക്കെ ആയിട്ട് ഈ മുട്ട വറുത്തതുണ്ടായിരുന്നു സ്പെഷ്യലായിട്ട്. അത് അടിപൊളിയായിരുന്നു. മഴ ആയതുകൊണ്ട് തലേ ദിവസം നമുക്ക് ഈ ഇവിടുന്ന് ഒരു ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു. ബട്ട് നമുക്കത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മുടെ കൈയൊക്കെ ഒന്ന് ചൂടാക്കാനായിട്ട് ഒരു ചെറിയൊരു സെറ്റപ്പ് നടത്തി. ആക്ച്വലി ക്യാമ്പ് ഫയറിനുള്ളൊരു ടൈമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കൈയൊക്കെ ചൂടാക്കി കുറച്ച് നേരം ഒരുമിച്ചൊക്കെ ഇരുന്ന് ജസ്റ്റ് ടൈം സ്പെൻഡ് ചെയ്തിട്ട് നേരെ നമ്മൾ ഡൽഹിക്ക് തിരിക്കുകയാണ് കേട്ടോ ചെയ്തത്. പോണ വഴിക്ക് ഗീ റൈസും ചിക്കൻ കറിയും അതേപോലെ തന്നെ ചപ്പാത്തി ഉണ്ടായിരുന്നു. മൈദേൻ്റെതുണ്ടായിരുന്നു, ആട്ടേണ്ടതുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മൈദയായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ച് നമ്മൾ ഡൽഹിയിലെത്തി. ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയും ഈ കടലക്കറിയും ബ്രെഡും ജാമും ഉപ്മാവൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കൂടി കഴിച്ചിട്ട് നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോകാം. നമ്മൾ ഡൽഹിയിലെത്തി ഫ്രഷ് ആയിട്ട് നമ്മളിപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്? ടെമ്പിളിലോട്ട്. അതെ, മെട്രോയിലാണ് പോകുന്നത്. ഒരു ടെമ്പിളിലോട്ടാണ് പോകുന്നത്. അവിടെ ക്യാമറ ഒന്നും അലൗഡല്ല. എത്തുന്നിടത്ത് വരെ വീഡിയോസ് ഷൂട്ട് ചെയ്യാം. നമ്മൾ ലോട്ടസ് ടെമ്പിളായിരുന്നു നമ്മുടെ പാക്കേജിലുണ്ടായിരുന്നത്. അതിനെ നമ്മൾ മാറ്റിയിട്ടാണ് ഈ അക്ഷർധാം ടെമ്പിളിലേക്ക് പോകുന്നത് കേട്ടോ. അക്ഷർധാം മന്ദിർ ഓർ ടെമ്പിൾ. അങ്ങനെ നമ്മൾ മെട്രോയിൽ അവിടെ എത്തി. ഇതിലുണ്ടായിരുന്ന ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഇതേപോലെ തന്നെ ഇതന്നെയാണ് ടെമ്പിൾ. പക്ഷേ നമുക്ക് ക്യാമറ ഒന്നും അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പോയി വിസിറ്റ് ചെയ്തു. അതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അവിടെ ഒരു വിഗ്രഹമൊക്കെ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ കൂടുതൽ പറയാനൊന്നും എനിക്കറിയില്ല. പക്ഷേ നല്ല ആർക്കിടെക്ചർ, ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള ആർക്കിടെക്ചറൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അതും കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് സ്പോട്ട് ഇന്ത്യ ഗേറ്റ് ആണ്. അപ്പോൾ അവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഗേറ്റിന് ചുറ്റും ഒത്തിരി റിലാക്സ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്ന സ്ഥലം ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫൈനലി ഉച്ച സമയത്തായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു ഹിസ്റ്ററി അറിഞ്ഞാൽ ശരിക്കും ഭയങ്കരമായിട്ട് നമ്മൾ പ്രൗഡ് ഫീൽ കിട്ടും കേട്ടോ. നമ്മൾ ഇന്ത്യയിലല്ല, നമ്മുടെ ആർമിയിൽ മരിച്ച ആൾക്കാരുടെ സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് അതവിടെ ഉണ്ടാക്കിയിട്ടുള്ളത്. നോട്ട് ഓൺലി ഇന്ത്യൻ ആർമീസ്. അപ്പോൾ പിന്നെ അതൊക്കെ കണ്ട് അതിനെക്കുറിച്ച് ഏകദേശം കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടിട്ടോ. ഒന്നും അറിയില്ലായിരുന്നു, എന്നാലും കുറച്ചൊക്കെ ഒരു ഐഡിയ കിട്ടി. അങ്ങനെ അവിടെ നിന്ന് തന്നെയാണ് നമ്മൾ ലഞ്ചും കഴിച്ചിട്ടുണ്ടായിരുന്നത്. ചോറും അച്ചാറും ഉപ്പേരിയും പപ്പടവും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ടുള്ളൊരു ജസ്റ്റ് മീൽസ് ആയിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കൂടി കഴിച്ചിട്ട്
നെക്സ്റ്റ് സ്പോട്ട് കുത്തബ് മിനാറായിരുന്നു. മണാലിയിൽ നിന്ന് തിരിച്ചു വന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് എല്ലാവർക്കും കോൾഡൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും നമ്മളവിടെ കണ്ടപ്പോൾ ഒരു ചോക്കോബാറൊക്കെ കഴിച്ചുകൊണ്ടായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ കുത്തബ് മിനാറിലെത്തി. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ് ശരിക്കും എന്ത് എടുത്തെന്ന് കാണാൻ വേണ്ടി. ഇത് ഒരുപാട് ആംഗിൾസിൽ നമുക്കതിനകത്ത് നോക്കി കാണാൻ വേണ്ടി പറ്റുമായിരുന്നു കേട്ടോ. പക്ഷേ ഈ വീഡിയോസിൽ ഞാൻ ഭയങ്കര ലിമിറ്റഡ് ആയിട്ടാണ് ചേർത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ അവിടെ എത്തുമ്പോൾ തന്നെ നമുക്കൊരു കസാഖിസ്ഥാനിലുള്ളൊരു ഫാമിലീനെ പരിചയപ്പെടാൻ പറ്റി. അവർ നമ്മുടെ കൂടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ അവിടുത്തെ ആ ബേബീനെ കാണാൻ എന്ത് ക്യൂട്ടാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഇതിൽ ആഡ് ചെയ്തത്. പിന്നെ നമ്മൾ കുത്തബ് മിനാറിനെ ഭയങ്കര മൈന്യൂട്ടായിട്ട് നോക്കി കണ്ടു. നല്ല ബ്യൂട്ടിഫുള്ളാണ്. ബട്ട് ഐ ഡോണ്ട് നോ മോർ അബൌട്ട് ദാറ്റ്, സോ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ അത് കഴിഞ്ഞപ്പോൾ നമുക്ക് സരോജിനിയിൽ ഷോപ്പിംഗ് ആയിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതൽ വീഡിയോസൊന്നും ഞാൻ ഷോപ്പിങ്ങിൻ്റെ അത് എടുത്തില്ല. ദെൻ അവിടുത്തെ ഷോപ്പിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ ഇഫ് യു കമൻറ്റ്, ഞാൻ അതിന് റിപ്ലൈ തരാം. പിന്നെ അന്ന് നമ്മൾ നേരെ സ്റ്റേ ചെയ്തിട്ട് പിറ്റേന്ന് രാവിലെ പാക്കേജ് കഴിയും. അങ്ങനെ ടൂറിന്റെ ലാസ്റ്റ് ഡേയ്സ് ആയിരിക്കാം. എന്താ പറയാല്ലേ ട്രിപ്പിനെ കുറിച്ച്? ഫുഡ് വലിയ രസമല്ലായിരുന്നു. ഓവറോൾ പറയുന്നത് ഒരു 6 ഒക്കെ കൊടുക്കാം. 6 out of 10. Abin, what about you? സൗരവിന് എന്താ പറയാല്ലേ? 10 out of 10. സ്റ്റാർ. ഞാനൊക്കെ എന്താ പറയാനുള്ളത്? അക്ഷയ റേറ്റിംഗ് അബൌട്ട് ട്രിപ്പ് പാക്കേജ് ആൻഡ് ഓൾ. ഓക്കെ, ഇനി നമ്മള് ഇന്ന് പാക്കേജ് രാവിലെ കഴിഞ്ഞു. ഇന്ന് നൈറ്റാണ് ട്രെയിൻ. സോ ഒരു ഡേ കംപ്ലീറ്റ് നമ്മൾ സ്വയം കറങ്ങാണ്. നമ്മള് മാത്രം പാക്കേജ്. ഇന്നലെ കഴിച്ച ഫുഡിന്റെ എഫക്റ്റിൽ ഇന്നും നമ്മൾ അവിടുത്തെ ഫുഡ് ഇവിടുത്തെ ഫുഡ് ഒന്ന് നമുക്കതൊരു മിങ്കിളാവുന്നില്ല. നല്ല ഡിഫറൻസ് ഉണ്ട്. ഇന്നലെ ഒന്ന് കഴിച്ച ഫുഡിന്റെ ടേസ്റ്റ് കൂടി ഞാൻ അറിഞ്ഞിട്ട് പോലുമില്ല. എന്തോ ഒരു സൂപ്പിന്റെ ഒക്കെ ഒരു ചായ ഉണ്ടായിരുന്നു. എന്തോ ടേസ്റ്റ് അറിയാനായിട്ട് കഴിച്ചതാണ്, കഴിക്കട്ടെ വിചാരിച്ചിട്ട്. ഫുഡൊക്കെ ഒരു ആവറേജ് ഫീലാണ്. ഇനി ഇന്ന് നമ്മൾ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് ഇറങ്ങാനാണ് പ്ലാൻ ചെയ്തത്. എന്താ വരിക നടക്കാമെന്ന് അറിയില്ല, കാരണം പാക്കേജ് കഴിഞ്ഞു. നമ്മളെല്ലാം ഒന്ന് കറങ്ങായിരിക്കും. എന്നിട്ട് ഇന്ന് നൈറ്റ് ട്രെയിൻ കയറും നാട്ടിലേക്ക്. ഇതിപ്പോൾ 2 ഡേയ്സ് ട്രെയിനിലിരിക്കേണ്ട, അതിൻ്റെ ബുദ്ധിമുട്ടും കൂടി ഉണ്ട്. എന്തായാലും നോക്കാം. പിറ്റേന്ന് നമ്മൾ ബ്രഞ്ച് കഴിക്കാൻ വേണ്ടി റെഡി ആവാണ് കേട്ടോ. അങ്ങനെ നമ്മൾ വി ഫൗണ്ട് എ കേരള ഹോട്ടൽ. അങ്ങനെ നമ്മൾ മീൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ചപ്പോഴാണ് ഒരു ആശ്വാസം ഉണ്ടായിരുന്നത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. മോരുകറി ഈസ് മൈ ഫേവറേറ്റ്. അടിപൊളിയായിട്ട് എനിക്കത് കിട്ടി. ബിരിയാണിയും ഈസ് ഗുഡ്. അങ്ങനെ നമ്മൾ ചെന്നൈയിലേക്ക് ഷോപ്പിങ്ങിന് വേണ്ടി ഇറങ്ങാൻ കേട്ടോ. അങ്ങനെ നമ്മൾ നല്ല ചില്ലായിട്ട് ആണ് ജുമയിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫസ്റ്റ് ഡേയ്സിൽ ഡൽഹി ആദ്യം കറങ്ങിയപ്പോൾ ജുമയിൽ വന്നിട്ടുണ്ടായിരുന്നു. അന്ന് ഇത്ര തിരക്കില്ലായിരുന്നു. ഇത് സൺഡേ ആയതുകൊണ്ടാണോ എന്നറിയില്ല, ഭയങ്കര ഒരു ക്രൗഡഡ് ആയിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഇറങ്ങാൻ. അപ്പോൾ അന്നത്തെ ആ ഷോപ്പിംഗ് കൂടി കഴിഞ്ഞാൽ നമ്മൾ നൈറ്റ് 11 മണിക്ക് നേരെ ട്രെയിൻ കയറും. അതാണ് പ്ലാൻ കേട്ടോ. അങ്ങനെ നമ്മൾ എങ്ങനെയൊക്കെ ഇറങ്ങി ജസ്റ്റ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ 2 ഫോണൊക്കെ പോയതിൻ്റെ ഒരു സങ്കടവും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ട്രെയിൻ കയറിയപ്പോഴും ആദ്യം അതിൻ്റെ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓൺ ആയി. 3 ഡേയ്സ് പിന്നെ നമ്മൾ ട്രെയിനിലാണ്. പിന്നെ നമ്മൾ ഫുഡൊന്നും അധികമല്ല ഒന്നും മേടിക്കാണ്ടായിരുന്നു ട്രെയിനിൽ കയറിയിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ ചെന്നൈ വരെയൊക്കെ നമ്മളങ്ങനെ ഒപ്പിച്ചു. പിന്നെ ചെന്നൈയിലെത്തിയപ്പം ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ സെൻട്രലിലേക്ക് വന്നിട്ടാണ് വീണ്ടും നമ്മളെ ട്രെയിൻ കയറിയത് കേട്ടോ. ഇത് ഞങ്ങൾക്ക് ഡൽഹി ടു ചെന്നൈ ട്രെയിനിൽ കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ബെസ്റ്റ് ടീമായിരുന്നു. അപ്പോൾ അവരെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ക്ലിപ്സ് ഇലയുടെ ചെയ്ത് നമ്മൾ ഭയങ്കര പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ചെന്നൈയിലെത്തി. നല്ല ബിരിയാണി കിട്ടുന്ന പറഞ്ഞാൽ നമ്മൾ എവിടെ നമ്മളെ കോഴിക്കോട് ബിരിയാണി ഒന്നും കിട്ടിയില്ലെങ്കിലും എന്തെങ്കിലും കിട്ടുന്നുള്ളൊരു അതിൻ്റെ ഒരു ടച്ചിങ്ങനെ കിട്ടുന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ നടത്തുന്നത്. നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ ഓൾമോസ്റ്റ് ഒരു 800 മീറ്റർ അകലെ നല്ലൊരു ബിരിയാണി സ്പോട്ട് 120ക്ക് ചിക്കൻ ബിരിയാണി കിട്ടുന്ന അറിഞ്ഞു. അതിന് വേണ്ടിയാണ് ഞങ്ങൾ വരുന്നത്. അങ്ങനെ ചെന്നൈയിലെത്തി നമുക്ക് നല്ലൊരു അടിപൊളി കൊല്ലം ബിരിയാണി കിട്ടി ഗായ്സ്. അതിൻ്റെ റിവ്യൂ കേട്ടാലോ? ഫസ്റ്റ് ബിരിയാണി ഓക്കെ. എൻ്റെ ട്രിപ്പിൽ വെച്ചിട്ട് ഇത് ബെസ്റ്റ് ബിരിയാണീസ്. ബിരിയാണി റിവ്യൂ റിവ്യൂ. എന്തൊക്കെ സൈഡിലേക്കുള്ളത്?
സാമ്പാറില്ല all over it is was good. പിന്നെ നമ്മൾ കുറച്ച് സ്വീറ്റ്സ് ഒക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്ത് കുറച്ച് പർച്ചേസ് ഒക്കെ ചെയ്തിട്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് കാലിക്കറ്റിലേക്കുള്ള അടുത്ത ട്രെയിൻ കയറി. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി നമ്മൾ ബോഗി മാറ്റി കഴിച്ചാൽ ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ക്ലാസ്സൊക്കെ ആയിട്ട് അടിപൊളിയായിട്ട് പാട്ടൊക്കെ പാടി നല്ല എൻജോയ് ചെയ്ത് 2 ദിവസമല്ലേ ഉള്ളൂ എന്നുള്ള രീതിയിൽ ഇങ്ങനെ വരുമ്പം 2 ഒരൊറ്റ ദിവസം ആണ് പെട്ടെന്ന് നമ്മളെ ബോഗി മാറ്റിയത്. അപ്പോൾ ഒരു സങ്കടമായി, ശരിക്കും ഇവിടെ കിടക്കേണ്ടി വരും എന്നുള്ള പേടിച്ചു പോയി ഞങ്ങൾ. പിന്നെ കുഴപ്പമില്ല, നമ്മളെ കണ്ടപ്പം TTRന് സമാധാനമായി. നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ഒപ്പം പോയി ഇരുന്നോളാൻ പറഞ്ഞു. അതിൻ്റെ ഒരു സന്തോഷമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തിരിച്ചു വന്നു ഗായ്സ്, TTR വിട്ടു. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. സുന്ദരി ഒന്നൊരുങ്ങി വാ, നാളെയാണ് താലിമംഗളം. അങ്ങനെ നമ്മൾ പിറ്റേ ദിവസം പുലർച്ചെ ആകുമ്പോൾ തന്നെ നമ്മൾ കാലിക്കറ്റ് റീച്ച് ചെയ്തു കേട്ടോ. അപ്പോൾ ഇത്രയേ നമ്മുടെ വീഡിയോ. നമ്മളെ ലൈഫിൽ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഒരു 7 ദിവസങ്ങൾ ഭയങ്കര ഏറ്റവും ഓർത്ത് നിൽക്കാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന ആ ഒരു നിമിഷങ്ങൾ ഞാൻ എൻ്റെ മാക്സിമം ക്യാപ്ചർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിന് എക്സ്പ്ലനേഷനും കൊടുത്തിട്ടുണ്ട്. നമുക്ക് വീണ്ടും വീണ്ടും കാണാനുള്ള ഒരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ എടുത്ത് കാണാനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ആക്കി വെച്ചത് കേട്ടോ. അപ്പോൾ ഇതിൽ തെറ്റും എന്തെങ്കിലും മിസ്റ്റേക്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചിട്ട് വീഡിയോ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.